അടിപൊളി അടിപൊളി സൗഹൃദ. എത്ര പൈസ? 20. ഞാനേ പിന്നെ തരാം. അതേശാലേ പിന്നെ ആവശ്യം അറിയാലോ. KSRTC പണിയെടുക്കുന്നത് കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നേ ഇല്ല. ഒരു ഉറുപ്പ്യ കൈമയില്ല. താഴ്ചിട്ട് തൊണ്ട വരതുകൊണ്ട് മാത്രം അത് വന്ന് കുടിച്ചത്. ഞാൻ തരും. ഇതിന് മുമ്പ് നിങ്ങൾ വന്ന് ഇവിടുന്ന് കുടിച്ചായിരുന്നു. അതെ. അപ്പോൾ നിങ്ങൾ തന്നിട്ടില്ല കാശ്? തന്നിനി? ഇല്ല, തന്നിട്ടില്ല. ആര് പറഞ്ഞേ? ഇല്ല, ഇതിന് മുമ്പ് 3 പ്രാവശ്യം നിങ്ങൾ മേടിച്ചു കുടിക്കുന്നത്. അങ്ങനെ പറയല്ല. ഞാൻ എവിടെ നേരത്തെ വരുന്നു ഏട്ടാ, ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്നേ ഇല്ല. വേറെ പണിയില്ല. അറിയേണ്ട ആവശ്യമില്ല ഏട്ടാ. നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നതും കിട്ടാണ്ടിരിക്കും നമുക്ക് ആവശ്യമില്ല. ഒരു കാര്യം ചെയ്യ്, നിങ്ങളെ മോനെ പോലെ എന്നെ കണ്ടാ മതി. എനിക്ക് മക്കൾ വേറെ ഉണ്ടല്ലോ. വേറെ ഉണ്ടാ? വേറെ ഉണ്ട്. ഓ, അതെ. ഏതായാലും 20 രൂപ കടായില്ലേ? ഒരു ബിസ്ക്കറ്റിന്റെ പാക്കറ്റിനും കൂടെ. ഒന്ന് പോയേട്ടാ ചേട്ടൻ. നേരത്തെ ആളെ ബുദ്ധിമുട്ടിക്കല്ലേ ചേട്ടൻ. ഒന്ന് പോയാ പൈസയിൽ പിടിച്ചെടുത്തോന്ന്. എങ്ങനെ കണ്ട നല്ലൊരു മാന്യൻ. എത്ര പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? KSRTC ജീവനക്കാരാണോ? KSRTC ജീവനക്കാരനാണെന്ന്. KSRTC ജീവനക്കാരാണ്. പൈസ ശമ്പളം കിട്ടുമല്ലോ. രണ്ടാമത്തെ മൂന്നാമത്തെയും കിട്ടില്ലെന്ന്. മൂന്നാമത്തെ നമുക്ക് തിരക്കേണ്ട വേദിയല്ല. ചേട്ടനെ ചെറിയ കടയും വെച്ചോണ്ടിരുന്നിട്ട് മാസത്തിൽ 4 പ്രാവശ്യം ശമ്പളം. ചേട്ടോയ്, മുഖം നോക്കൽ ലക്ഷണം പറ ചേട്ടാ. വാ, അന്ന് നോക്കിച്ചു പോണ് ചേട്ടോയ്. ഹലോ. ചേട്ടോയ്, ഭൂതം ഭാവി വർത്തമാനം പറയും ചേട്ടാ. വാ. ഭൂതം ഭാവി വർത്തമാനം പറയാം, മുഖം നോക്കി ലക്ഷണം പറയാം, ഉള്ളത് പറയും. അതാണ് ശീലം. എടാ, ശമ്പളം കിട്ടാത്ത മാസങ്ങളായി. 10 പൈസ കൈമില്ല. താങ്കളൊരു KSRTC ജീവനക്കാരനല്ലേ? ഉള്ളത് പറയാം. വാ, ഇരിക്കി. ഐശ്വര്യമായിട്ട് ആ കൈ ഇങ്ങോട്ട് നീട്ട്. എനിക്കെങ്ങനെ മനസ്സിലായത്? മുഖത്തുണ്ടല്ലോ, മുഖം നോക്കി ലക്ഷണം പറയും, രേഖ നോക്കി ലക്ഷണം പറയും. ഐശ്വര്യമായിട്ട് ആ കൈ ഇങ്ങോട്ട് നീട്ടിയേ. അതെ, ശമ്പളം കിട്ടുമോന്ന് അറിയാൻ വേണ്ടിട്ട് കൊറേയായി കിട്ടാത്ത. കാക്കാശിന് ഗതിയില്ലെങ്കിലും കേമത്തരത്തിന്റെ ഒരു പഞ്ഞവുമില്ല. അതല്ല അടനിക്കട്ട്. ശമ്പളം പെട്ടെന്ന് കിട്ടുമോന്ന് ഞങ്ങൾക്ക് അറിയേണ്ടത്. എടോ, എനിക്ക് ശമ്പളം കിട്ടാത്തോണ്ട് ഭാര്യക്ക് ചേല കൊടുക്കാൻ പറ്റുന്നില്ല. ഓൾ ഡൈവേഴ്സാണ്. അത് കൃത്യമായിട്ട് മാസത്തിൽ കൊടുക്കണ്ടേ? ഇപ്പൊ ഞാൻ എടുത്തെടുത്ത് കൊടുക്കും. നോക്ക്, ശമ്പളം കിട്ടും. ആയുർ രേഖ, മംഗല്യരേഖ, ഭാഗ്യരേഖ. എടോ, എനക്ക് ആയുസ് എത്രയില്ലെന്നൊന്നും നീ നോക്കണ്ട. ഇത് ശമ്പളം കിട്ടുമെന്ന് നോക്കിട്ട് പറവനെ. ശമ്പളം നോക്കുവനെ, അതറിയണം. കുറേ കൊടുക്കാനുണ്ട്. നിവർത്തി പിടിക്കും. അതിപ്പോ ഈ KSRTCയുടെ കാര്യമായതുകൊണ്ട് ഒരു ഉറപ്പുമില്ല. എന്തേ? അങ്ങോട്ടും പോകട്ടെ, ഇങ്ങോട്ടും കൊടുക്കാൻ. ദക്ഷിണ തന്നാ പോവാ. പാവം ചേട്ടോയ്, മോളെ, നീ ഞാനെല്ലാം തുല്യ ദുഃഖിതരണ. നിനക്ക് സമാനം. ഇപ്പൊ ഞാനും ഓള് ഡൈവേഴ്സായി പോയത് വെറുതെ. ഇപ്പൊ കൃത്യമായിട്ട് കൊടുക്കണം. വീട്ടിലുണ്ടെങ്കിൽ 1 ഉറുപ്പിക കൊടുക്കണ്ട. ഓള് ഇല്ലേ കഴിച്ചോളും. പാവം, വെറുതെ വാശിക്ക് ഡൈവേഴ്സാക്കി. ശമ്പളം എപ്പം കിട്ടല്? കൊടു, കൈ കൊടു. ഇതാണ് നല്ലത്. അവരൊരു സ്നേഹമുണ്ട് മോളെ. ഉണ്ണിയത്തെ പാവാടാ. ഈ സ്നേഹം എന്റെ ഓള് കാണിച്ചിട്ടുണ്ട്. ദക്ഷിണ വെച്ചാൽ എന്നെ ഞാൻ ഈനെക്കൊണ്ട് കടിപ്പിക്കും. വേണ്ട. ശാലിനി, പോ. ഓന്റെ ലക്ഷണം. നിന്റെ തത്ത എടുത്തു. തത്തയില്ല. നന്നായി. തത്തേനെ നിന്നെ ഞാൻ കൊണ്ടി.
അത് നന്നായി. ഭയങ്കര കൊതുക അവിടെ. ആ മെസ്സേജ് വന്നോ? ഇത് വേറെ മെസ്സേജാ. അതെ, നീ ആ കാർഡൊന്ന് കൊണ്ട കുത്തിയത് കാശ് വന്നിട്ട് കിട്ടില്ലേ? അച്ഛൻ മെസ്സേജ് വരും, അപ്പൊ പോയാ മതി. എന്റെ കുട്ടിയെ എല്ലാ കാര്യത്തിനും കറക്റ്റ് ആയിട്ട് മെസ്സേജ് ഒന്നും വരില്ല. മെസ്സേജ് വരാൻ വൈകിയാലോ നമ്മളെന്തിനാ ഒന്ന് വെയിറ്റ് ചെയ്യണേ? നീ പോയി എടുക്ക്. ഇപ്പൊ സമയം എത്രയായി? അമ്മ അല്ല, ഞാൻ പോയി നോക്കിട്ട് വരാം. അവന്റെ കാശ് ആ അച്ഛാ, ഈ ബാഗ് ഒന്ന് നോക്കിക്കോട്ടെ. അതെ, ബ്രഹ്മേട്ടൻ പറഞ്ഞത് ഉറപ്പായിട്ടൊന്ന് രാത്രി പൈസ കയറുമെന്നാണ്. കേറിയാ മതി. എനിക്ക് നാളെ അർജന്റായിട്ട് പെരക്ക് 3000 ഉറുപ്പ്യ അയക്കണേ. ഇതെന്താ അവിടെ? മോള് കാശ് എടുക്കാൻ വന്നാടേ. അത് ശരി, ഞങ്ങൾ സാലറി എടുക്കാവുന്നതാണ്. മെസ്സേജ് വന്ന വഴിക്ക് എടുത്തില്ലെങ്കിൽ അത് ബാങ്കിൽ ലോണിൽ വലിച്ചു പോകും. അതെ, അവള് ലോൺ എടുത്തിട്ടല്ലോ, അപ്പൊ അതിലേക്ക് പോവും. അത് പേടിച്ചിട്ടാ. അല്ല, എന്നിട്ട് നോക്ക് കിട്ടിയോ? അത് നോക്കുന്നുണ്ട്. കിട്ടിയാ മതിയാ. കിട്ടിയോ? എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഈ പ്രാവശ്യം കിട്ടിയില്ല. നീ പറഞ്ഞില്ലല്ലോ ഇങ്ങോട്ടാണ് പോരണേന്ന്. അല്ലെങ്കിൽ എന്തിനാ അച്ഛനെ രാത്രി കൊണ്ടുവന്ന ഞാൻ എടുത്തോണ്ടെന്ന് വരില്ലേ? അല്ല, പറയുമ്പോലെ എന്തിനാ സുഖേട്ടൻ രാത്രി ഇങ്ങോട്ട് പോകുന്നത്? അല്ല, ഞാനിപ്പോ ഈ കാശ് കിട്ടിയിട്ട് ഒരുപാട് പരിപാടി ഭാഗമുള്ള ആശ്രയം എന്താണ്. എനിക്കിപ്പോ പെൻഷനൊന്നും ശരിക്കും കിട്ടുന്നില്ലല്ലോ. അല്ല, നാളെ ഇപ്പൊ ഏതാ റൂട്ട്? നാളെ ചാലക്കുടി, അങ്കമാലി, ആലുവ. ഞങ്ങൾ രണ്ടും ഒരേ ബസ്സിലാണ്. ഞാനും എൻ്റെ അമ്മണിയും കൂടി 20 വർഷം ഓടിയ കൂട്ടാണ്. അല്ല, അമ്മണി എന്ന് പറഞ്ഞാല്? അതെ, ഈ അമ്മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ആ സമയത്ത് സ്ഥിരം ഓടിച്ചുകൊണ്ടിരുന്ന ഒരു ബസ് ഉണ്ടായിരുന്നു. ആ ബസ്സിന് അച്ഛൻ ഇട്ടേക്കണ പേരാണ് അമ്മണി. KSRTC ബസ്സിന് അമ്മണി പേരിട്ട് നിങ്ങള്? എന്റെ ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ അമ്മണിയുടെ കൂടെ അല്ലായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ ഒന്നും അല്ല. അന്ന് എവിടെ നോക്കിയാലും പ്രൈവറ്റ്. ഒരു ട്രാൻസ്പോർട്ട് ബസ്സിനെ 3 പ്രൈവറ്റ് ബസ് എന്നാ കണക്ക്. ശരിയാ. ഞാനും എൻ്റെ അമ്മണി മുടങ്ങാതെ ഓടും. നല്ല കലക്ഷൻ, നല്ല അഭിപ്രായം. അങ്ങനെ ഇരിക്കുമ്പോ തോമസ് സാർ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് പറയാ, സുഗത, ഞാനൊരു കാര്യം പറയട്ടെ, നീ അരുതെന്ന് പറയരുത്, നീ അത് ഏറ്റെടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ തോമസ് സാർ, എന്താ കാര്യം? ആലുവ ഡിപ്പോ ആകെ അവതാളത്തിലാണ്. ആലുവ ഡിപ്പോ നീ ഏറ്റെടുക്കണം. എന്നിട്ട് ആലുവേനെ നീ രക്ഷിക്കണം. അങ്ങനെ തൃശൂർ ഡിപ്പോയിൽ നിന്ന് ഞാൻ ആലുവ ഡിപ്പോയിലെ വന്ന് ആലുവ, അങ്കമാലി, ചാലക്കുടി റൂട്ടിലെങ്ങനെ തിമിർത്തു ഓടുക. എന്താ കാലം. ഒരു പ്രൈവറ്റ് ബസ്സിനും കൂട്ടാക്കാതെ ഇങ്ങനെ ഇങ്ങനെ പായന്നെ. അപ്പൊ പ്രൈവറ്റ് ബസ്സുകാർ എന്നെ കണ്ടിട്ട് പറയും, സുഖദേട്ടാ വേണ്ടാട്ടോ. അവർക്ക് പേടിയാണ്. നമുക്കെന്ത് പ്രൈവറ്റ് ബസ്, നമുക്ക് നമ്മുടെ സ്ഥാപനമല്ലേ വലുത്. സത്യം പറഞ്ഞാൽ ഒറ്റ ദിവസത്തെ ഒരു റൂട്ടിന്റെ കാശ് മതിയായിരുന്നു ആലുവ ഡിപ്പോന്റെ സകല ചെലവുകളും കഴിഞ്ഞു. അപ്പൊ ആത്മാർത്ഥായി പണിയെടുത്ത് അത് നടക്കും. ഇനി വേറൊരു കഥ നിങ്ങൾ വിശ്വസിക്കില്ല. വേറൊരു കഥ ഉണ്ട്. അത് പറഞ്ഞാൽ എല്ലാം പറ്റിയ ഇങ്ങോട്ട് അല്ല, ആ കഥ പറഞ്ഞിട്ടുള്ളതാണ്. അല്ലല്ല, ഇത് വേറെ കഥ. അങ്ങനെ ആലുവ ഡിപ്പോനെ ഞാൻ അങ്ങനെ രക്ഷിച്ചിരിക്കുന്ന സമയത്ത് ഒരു ദിവസം നമ്മുടെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ആലുവ ഡിപ്പോന്റെ അവിടെ വന്നിട്ട് നിർത്തിയിട്ട്, സുഗതൻ ഇവിടെ ഇല്ലേ എന്നൊരൊറ്റ ചോദിക്കാം. മന്ത്രിയുടെ കണക്ഷൻ ഉണ്ടെങ്കിൽ കോർപ്പറേഷനിൽ എല്ലാവരും എന്നെ കുറിച്ചല്ലേ പറയണേ. മന്ത്രി അവിടെ വന്നിട്ട് ഇവരോട് എന്താ പറഞ്ഞെന്നറിയോ? എന്താ പറഞ്ഞേ? ആലുവ ഡിപ്പോ സുഗതൻ ഏറ്റെടുത്തപ്പോ നന്നായി. കേരളത്തിലെ എല്ലാ ഡിപ്പോയും സുഗതനെ ഏൽപ്പിച്ചാൽ ട്രാൻസ്പോർട്ട് വകുപ്പ് എന്നേ രക്ഷപ്പെട്ടേനേന്ന്. സുഗതങ്ങളെ കൈ കിടതേരി. പക്ഷേ ആർക്കും ഒരു സമയത്ത് വിരമിക്കേണ്ടി വരുമല്ലോ. മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല. പെൻഷൻ പറ്റിയപ്പോ എന്റെ അമ്മണീനെ വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. അമ്മണീനെ കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ പറ്റില്ലല്ലോ. എവിടേക്ക്? വീട്ടിൽക്കോ? എന്താ നിങ്ങൾ പറയണത്? അവളുടെ അവസ്ഥ എന്താകുമോ? തൂക്കി വിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ടാവും തുരുമ്പ് പിടിച്ചിട്ട് എന്നെ പോലെ. ലക്ഷ്മി, പൈസ വരുമ്പോ ഞാൻ വിളിച്ചു പറയാ. നീ അച്ഛനായിട്ട് വീട്ടിലേക്ക് പോയിക്കോ. അതാണ് നല്ലത്. അച്ഛാ പോവാൻ പോയിക്കോ. ബാഗ്
അതെ നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അമ്മണിയെക്കാട്ടും വലുതാണ് ഇപ്പൊ ലക്ഷ്മി. ശരി എന്നാ. പോട്ടെ. ആ ശരി. എവിടെയാ നോക്കിക്കണേ? ഇല്ല, സുഖേട്ടൻ പോയത് നോക്കിയതാണ്. സുഖദേട്ടനോട് ഇത്ര ആത്മാർത്ഥമായിട്ട് കഥ പറയുമ്പേ ഈ ഓളെ കണ്ണിലേക്ക് വെക്കി എന്തേ കഥ പറഞ്ഞിനാ? ഏയ്ന്നോ നോക്ക്. ഞാനും ചെറുതായിട്ട് തന്നെ വലുതായത് കേട്ടോ. സത്യം പറയും, എന്റെ കണ്ണിലേക്ക് നോക്ക്. എന്തെങ്കിലും ഇടകാറുണ്ടോളായിട്ട് അവളോട് എനിക്ക് ചെറിയൊരു ഇഷ്ടമുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. മുഹബത്ത് ഒക്കെ തിരിച്ചുണ്ടോ? അവൾക്ക് വേറെ ഇഷ്ടമൊന്നുമില്ല പറഞ്ഞപ്പ. അപ്പൊ എനിക്ക് തോന്നിയത് വെറുതെ അല്ല അല്ലേ? എന്നിട്ട് ഓൻ എന്നെ ഒളിപ്പിക്കാണ്. ആ കേറി പൈസ നോക്കിയല്ലേ? എല്ലാ കുട്ടിയാ ഓനെന്താ കുഴപ്പം? നല്ല പോലെ ആയാ മതി. ആരെടുത്ത കളി? നമ്മളിത് എത്ര കളിച്ചതാണ് ഉണ്ടോ? ഇല്ല ഇല്ല, വന്നിട്ടില്ല. എന്നാ അങ്ങോട്ട് പോര്. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് AT 345 ഗൂഡല്ലൂർ ബസ് പോകുന്നില്ല. എന്ത് പോകുന്നില്ല? ഓഫായി. ആര്? ജോർജ് ഏട്ടൻ ഇപ്പൊ കുറച്ചു മുമ്പ് ഇവിടുന്ന് പോയല്ലേ ഉള്ളൂ. എന്തൊക്കെയാണ് ഈ കാണിച്ചോണ്ട് നിൽക്കുന്നത്? ഇവിടെ വന്നോ? ജോർജ് ഏട്ടൻ ഇപ്പൊ അവിടേക്ക് പോയല്ലോ. എന്നാ എനിക്ക് വയറുവേന. നിനക്ക് എന്താണ് പ്രശ്നം? വയറുവേന സഹിക്കാൻ പറ്റുന്നില്ല. അതെ, ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോവാണ് കേട്ടാ. ഞാൻ സൂപ്പറിനെ വിളിച്ച് റിപ്പോർട്ട് ചെയ്യാൻ. എന്തിന്? ആവോ നീ പോകണ്ടോ? പോണില്ലേ? ഞാൻ പോകുന്നുണ്ട്. എന്നാ പോ. ആ താല്പര്യമില്ല പിന്നെ നിൽക്കുന്നത് എനിക്കതാ മനസ്സിലാവാത്തത്. AT 345 ഗൂഡല്ലൂർ ബസ് എത്രയും പെട്ടെന്ന് സ്റ്റാൻഡ് വിട്ട് പോകണം. എന്റെ സത്യ ഇതൊന്ന് ഓഫ് ചെയ്യ്. ഞാൻ എത്ര നേരം കൊണ്ട് തന്നോട് ഒരു കാര്യം പറയാൻ കാത്തിരിക്കുവന്നറിയോ? പറഞ്ഞോ. ഓ, യൂണിയൻ സമ്മേളനം വരുക. ഫണ്ടാണെങ്കിൽ 5 പൈസ പോലും കയ്യിലില്ല. പിന്നെ എന്തിനാ സമ്മേളനം നടത്തുന്നത്? നമ്മളെല്ലാം കൂടെ ഒത്തു നിന്ന് പിരിക്കണം. പിരിച്ചിട്ടൊന്നും ഈ പരിപാടി ശരിയാവില്ല കേട്ടോ. അതെ, ശമ്പളം ഇപ്പൊ 2ആയിട്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അത് ഒന്നാക്കാൻ വേണ്ടി ഞങ്ങളുടെ യൂണിയൻ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പ്രവർത്തിക്കേണ്ട. അതെ, ശമ്പളം 1ആയിട്ടാ തന്നോണ്ടിരുന്നത് അല്ലേ? അതെ. ഇപ്പൊ അത് 2ആയിട്ടെങ്കിലും കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾ ഇടപെട്ടിട്ട് അതും കൂടി ഇല്ലാണ്ടാക്കണ്ട കേട്ടോ. ആവശ്യമില്ല സംസാരിച്ചോണ്ടല്ലോ, യൂണിയനെ വെറുപ്പിക്കരുത്. പണി കിട്ടും. പാലക്കാട് ഒറ്റപ്പാലം പട്ടാമ്പി വഴി ഗുരുവായൂർ വരെ പോകുന്ന RSC 625 ബസ് സ്റ്റാൻഡിന്റെ വടക്ക് ഭാഗത്തായി പാർക്ക് ചെയ്തിരിക്കുന്നു. അതെന്റെ ബസ്സില്ലേ? നിങ്ങളുടെ ബസ് തന്നെ. പോകാൻ പറഞ്ഞാൽ മതി. ഇത് അനൗൺസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സൂക്ഷിച്ചോ, യൂണിയനോടാ കളി. യൂണിയനോടാ കളി. തലയ്ക്ക് സുഖമില്ലേ? ഞാൻ മൈൻഡ് ചെയ്യാതിരുന്നാണ്. മുണ്ടിയ പിരിവാണ്.